ഈ കൊറോണ കാലത്ത് വാട്സപ്പ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണ് ഫേക്ക് ന്യൂസുകൾ. പക്ഷേ ഈ ഫേക്ക് ന്യൂസുകളെ ഒഴിവാക്കാനായിട്ട് വാട്സപ്പ് ഒരു അടിപൊളി ഫീച്ചറുമായിട്ട് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എറ്റ് യു. ഇൻ്റർനാഷണൽ ഫാക്ട് ചെക്കിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സംഘടനയുമായിട്ട് വാട്സപ്പ് ടൈപ്പിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ ചാറ്റ് ബോട്ട് ഇപ്പം മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ചാറ്റ് ബോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്പറിലോട്ട് നിങ്ങളൊരു മെസ്സേജ് അയക്കുമ്പോൾ അതിന് റിപ്ലൈ തരുന്നത് ഒരു മനുഷ്യനല്ല, പകരം ഒരു അൽഗോരിതം, ഒരു മെഷീനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഫേക്ക് ന്യൂസുകളെ ഒഴിവാക്കുന്നതെന്ന് പറയാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ പിൻ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരെ ഈ ചാറ്റ് ബോട്ടുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ആ ചാറ്റ് പേജിലോട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും ഹായ് എന്നൊരു മെസ്സേജ് അങ്ങോട്ട് അയക്കുക. അപ്പോൾ പ്രീഡിഫൈൻഡ് ആയിട്ട് കുറച്ച് ഓപ്ഷനുകൾ നിങ്ങൾക്ക് കിട്ടും. ഈ ഓപ്ഷനുകളിലെ ഒരു ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. നമ്മൾ കസ്റ്റമർ കെയറിലോട്ടൊക്കെ വിളിക്കുമ്പോൾ നമ്പർ ക്ലിക്ക് ചെയ്യില്ലേ, അതുപോലെ തന്നെയുള്ള മെക്കാനിസമാണ്. ഇപ്പോൾ ഫാക്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 എന്ന് പറയുന്ന നമ്പർ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അതൊരു മെസ്സേജ് ആയിട്ട് അങ്ങോട്ട് അയച്ചു. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഏതൊക്കെ ഫേക്ക് ന്യൂസുകളുണ്ടെന്ന് കാണിക്കും. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂസാണ്, കേരളത്തിലെ ഒരു ദളിത് സ്ത്രീയെ കുറേ ക്രിസ്ത്യൻ മിഷണറീസ് തല്ലി ചതിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത. അത് ഫേക്കാണ്. അങ്ങനെ ഒരു വാർത്ത നിങ്ങൾക്ക് കിട്ടിയാൽ അത് നിങ്ങൾ വിശ്വസിക്കരുത്. അതിൽ റിയലായിട്ട് സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. ബംഗ്ലാദേശിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഒരു വീട്ടിലൊരു സ്ത്രീയെ ഉപദ്രവിച്ചതിൻ്റെ വിവരങ്ങളാണ് ഈ ഒരു ടൈറ്റിലായിട്ട് ഇപ്പോൾ വാട്സപ്പിൽ ഫേക്കായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയോ എങ്ങനെ ഇത് ഫേക്ക് മെസ്സേജുകളെ തടയുമെന്ന്? നിങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടുമ്പോൾ തന്നെ അത് ഫേക്കാണോ അല്ലയോ എന്നറിയാനായിട്ട് ഇവിടെ വന്ന് വെറുതെ ഒന്ന് ഫാക്ട് ചെക്ക് ചെയ്ത് നോക്കുക. ആ മെസ്സേജ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഫാക്റ്റ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി വേറൊരു നമ്പറും കൂടെ ഉണ്ട്, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. അതാണ് ഇതിനകത്ത് നമുക്ക് ഫാക്റ്റ് സെർച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ 0 എന്നടിച്ച് നമ്മൾ മെയിൻ മെനുവിലോട്ട് പോയി അതിന് നമുക്കൊരു ഫാക്റ്റ് സെർച്ച് ചെയ്യാൻ പറ്റും. ഈ കഴിഞ്ഞിടയ്ക്ക് വന്നൊരു വലിയ ഫേക്ക് ന്യൂസായിരുന്നു. അമീർ ഖാൻ 15,000 രൂപ വീതം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ട്രോൾ പേജുകളിലൊക്കെ വന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഇപ്പം അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് നെയിം നമുക്ക് വെറുതെ ഒന്ന് അടിച്ചു നോക്കാം. ഖാൻ എന്ന അദ്ദേഹത്തിൻ്റെ ആ ലാസ്റ്റ് നെയിം നമ്മളൊന്ന് അടിക്കുകയാണ്. അതിനുശേഷം ഖാനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ കുറേ വന്നു. ഇപ്പോൾ പാകിസ്ഥാൻ PM-ൻ്റെ ഒരു ന്യൂസുണ്ട്, അതുപോലെ തന്നെ അമീർ ഖാൻ്റെ ന്യൂസും അവിടെ നമുക്ക് കാണാൻ കഴിയും. സംഭവം ഉള്ളതാണോ? അല്ല, അത് ഫേക്ക് ന്യൂസായിരുന്നു. ഇപ്പോൾ കണ്ടോ, നമ്മുടെ കയ്യിലോട്ടൊരു മെസ്സേജ് വരുമ്പോഴേക്കും അതിനകത്തുള്ള ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരോ അത് വെറുതെ ഒന്ന് അടിച്ചു നോക്കുക. എങ്ങാനും അത് ഫാക്റ്റ് റോങ് ആണെങ്കിൽ അഥവാ ഫേക്ക് ആണെങ്കിൽ, അത് റിപ്പോർട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പം ഈ വിവരം ചില K7 അമ്മാവന്മാർക്കൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം ഛേദമില്ലാത്തൊരു ഉപകാരമല്ലേ, അവരും ഇൻഫോംഡ് ആയിട്ടിരിക്കട്ടെ. ഇനി ഈ ചാറ്റ് ബോട്ട് നമുക്ക് നൽകുന്ന മറ്റൊരു സർവീസുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള ഫാക്ട് ചെക്കേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും നൽകും. മലയാളത്തിലും അങ്ങനെ ഒരു ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനും ഈ ചാറ്റ് ബോട്ട് നമുക്ക് നൽകും. ഇൻ്റർനാഷണൽ ഫാക്ട് ചെക്കിംഗ് നെറ്റ്വർക്കിൻ്റെ ചില സ്റ്റാൻഡേർഡ്സിനോട് അതെയർ ചെയ്യുന്നതാണ് ഈ വെബ്സൈറ്റും. സോ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ കൊറോണ കാലത്ത് വാർത്തകൾ അറിയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ സത്യസന്ധവും വിശ്വാസയോഗ്യവുമായ വാർത്തകളാവണം. സോ സ്റ്റേ അലേർട്ട്, സ്റ്റേ ഇൻഫോംഡ്, സ്റ്റേ സേഫ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള ധാരാളം വീഡിയോകളും ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടോ ദയവ് ചെയ്ത് അത് കമൻ്റായിട്ട് മെൻഷൻ ചെയ്യുക. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്, സൈനിങ് ഓഫ് നൗ.